എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാ ദിവസവും നമ്മുടെ ജ്യോതിഷം എല്ലാവരും കാണാം. നിങ്ങൾക്ക് എല്ലാ ദിവസവും കണ്ടാൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. നമ്മൾ ശിവപൂജ, വിഷ്ണു പൂജ, കുബേരപൂജ, അതുപോലെ തന്നെ ശത്രു സംഹാര പൂജ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. നിങ്ങളുടെ പേരും നാളും മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ ജ്യോതിഷത്തിൽ പ്രത്യേകിച്ച് ജാതിയോ മതമോ ഒന്നുമില്ല. എല്ലാ ആൾക്കാർക്കും പേരും നാളറിഞ്ഞൂടെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം പറഞ്ഞാൽ മതി. എല്ലാവർക്കും സന്തോഷം കൊടുക്കുക, അതുപോലെ തന്നെ പരിഹരിക്കുക. ഇതാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ സന്തോഷമായ ഒരു വാർത്തയുണ്ട്. എല്ലാവരും ചാനൽ കാണുമ്പോൾ സന്തോഷമായി എല്ലാവർക്കും സെപ്റ്റംബർ 5 ഒരു നറുക്കെടുപ്പുണ്ട്. അതിൽ ഒന്നാം സമ്മാനം ലഭിക്കുന്ന ഒരു ഭാഗ്യവാന് 25,000 രൂപയുടെ മൊബൈലാണ് നമ്മൾ സമ്മാനമായി കൊടുക്കുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അതിപ്പോൾ എല്ലാവരും സന്തോഷപൂർവ്വം ഇരിക്കണം, അതാണ് നമ്മളുടെ ആവശ്യം. പിന്നെ നമ്മൾ പറയാനുള്ളത്, എല്ലാ ആൾക്കാരും ലോട്ടറി എടുക്കുന്നു. ലോട്ടറി അടിക്കാൻ വേണ്ടി 10 തരത്തിലുള്ള ട്രിക്കുകളാണ് ഉള്ളത്. അതിലെ ഒന്നാമത്തെ ട്രിക്കാണ് ആദ്യമേ പറഞ്ഞു തരുന്നത്. ഇത് പരീക്ഷിച്ചാൽ നിങ്ങൾക്ക് 100% വിജയിക്കാൻ സാധിക്കും. അതിലെ ഒന്നാമത്തെ വിജയത്തിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ദിവസം ഒരു പ്രധാന ഘടകമാണ് ലോട്ടറി അടിക്കാൻ വേണ്ടി. ആ ദിവസങ്ങൾ പ്രധാനമായി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിക്കും. അതാണ് ഒന്നാമതായി സെലക്ഷൻ വേണ്ടത്. ഒന്നാമത്തെ സെലക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ദിവസം ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ. വെള്ളിയാഴ്ച എടുക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമാണ്. ചൊവ്വാഴ്ച എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെയും നാരായണൻ്റെയും കടാക്ഷമുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞായറാഴ്ച എടുക്കുകയാണെങ്കിൽ രാഹുവിൻ്റെ കടാക്ഷമുണ്ടാകും, അതുപോലെ സൂര്യൻ്റെ കടാക്ഷമുണ്ടാകും. എന്നിങ്ങനെ പവറുകളാണോ. ഈ പവറുകൾ ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഓരോ നാളുകാർക്കുള്ളത്. അത് വേണ്ടവെന്ന് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ദിവസങ്ങളിൽ തീർച്ചയായും രാവിലെ നിങ്ങൾ നെയ്വിളക്ക് ഉപയോഗിച്ച് കത്തിക്കണം എന്നുള്ളത്. 2 തിരിയിട്ട്, വെള്ളിയാഴ്ചയാണെങ്കിൽ 5 തിരിയിട്ട് കത്തിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, എങ്കിൽ മാത്രമേ ഐശ്വര്യമുണ്ടാകൂ. അതിനെല്ലാത്തിനുപരി നമ്മളുടെ മൈൻഡ് നല്ല പോസിറ്റീവായി ചിന്തിക്കണം. അതായത് ഈ ദിവസം നമ്മൾക്ക് പോകുമ്പോൾ നല്ല എനർജറ്റിക് ആയിരിക്കണം. എടുത്താൽ അടിക്കുമെന്നുള്ളൊരു മനോഭാവം മനസ്സിലുണ്ടാകും. ആ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും തലേന്ന് നല്ല കാര്യങ്ങൾ ചെയ്യണം. തീർച്ചയായും മത്സ്യമാംസാദികൾ നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരും. അതുപോലെ തന്നെ തലേന്ന് നല്ലപോലെ സ്വപ്നം കാണണം. എനിക്ക് തീർച്ചയായിട്ടും നാളെ ലോട്ടറി അടിക്കും, എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും, തീർച്ചയായും എൻ്റെ ദിവസം എന്നൊരു ആത്മവിശ്വാസമുണ്ടാകും. ഇതിനു വേണ്ടി നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓം ലക്ഷ്മി നാരായണ, ഓം നമോ നാരായണ, ഓം നമശിവായ, ഇതിലേതെങ്കിലും ഒരു മന്ത്രങ്ങൾ 108 തവണ നിങ്ങൾ ജപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ലഭിക്കും. ഈ ആത്മവിശ്വാസത്തോടു കൂടി തീർച്ചയായും നിങ്ങൾ ലോട്ടറി എടുക്കാൻ പോകുക. ലോട്ടറി എടുക്കാൻ പോകുന്നതിൻ്റെ ദിവസം തീർച്ചയായും വിളക്കൊക്കെ കത്തിച്ച് ഐശ്വര്യമായിട്ട് നെയ്വിളക്ക് ഉപയോഗിച്ച് കത്തിച്ച് 2 തിരിയിടുക. ഇത് കത്തിച്ചതിന് ശേഷം നിങ്ങൾ തീർച്ചയായും പൂർണ്ണമായ പവറോടുകൂടി എനിക്കുള്ളതാണ് ഇന്നത്തെ ലോട്ടറി എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. അതുപോലെ തന്നെ ധരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നുകിൽ ചൊവ്വാഴ്ചയാണെങ്കിൽ ചുവപ്പ്, വെള്ളിയാഴ്ചയാണെങ്കിൽ നീല അല്ലെങ്കിൽ ചുവപ്പ്, ഞായറാഴ്ചയാണെങ്കിൽ ചുവപ്പ്. ഈ 3 ഡ്രസ്സുകളാണ് ഈ ദിവസമുള്ളത്. ഒന്നി ചുവപ്പ്, വെള്ള, നീല. ഈ 3 ഡ്രസ്സിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു പീസ്ഫുൾ മൈൻഡ് വരും. അതായത് മനസ്സിനൊരു ഊർജ്ജം വരും, പവർ വരും. അത് നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാനുള്ള ഒരു ഊർജ്ജമാണ് കിട്ടുന്നത്. ഇത്രയും സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ എല്ലാത്തിനും ഒരു നാള് പരിശോധിക്കണം. ഇപ്പോൾ പൊതുജാതകമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ പൊതുജാതകത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ മന്ത്രങ്ങളെല്ലാം പ്രധാന ലക്ഷ്മി ദേവി, ഓം ലക്ഷ്മി നാരായണ എന്നുള്ള മന്ത്രങ്ങൾ തീർച്ചയായും ഒരു 108 തവണയെങ്കിലും നിങ്ങൾ ജപിക്കണം. ജപിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി വരൂ. ആ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും എനിക്ക് അടിക്കും എന്നുള്ളത്. എൻ്റെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തോട് പറയുക. ദൈവമേ, എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പൂർവ്വാധികം കരുത്തോടു കൂടി ഒരു കുങ്കുമം പൂജാമുറിയിൽ വെച്ചേക്കണം. ആ കുങ്കുമം നിങ്ങളുടെ നെറ്റിയിൽ തൊട്ടതിന് ശേഷം നിങ്ങൾ പൂർവ്വം ദേവിയെ സ്മരിച്ച് 108 തവണ നാമം ജപിക്കും. ഓം നമശിവായ, ഓം ലക്ഷ്മി നാരായണ, ഓം നമോ നാരായണ. ഇതിലേതെങ്കിലും മന്ത്രങ്ങൾ 108 തവണ ജപിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ പൂർവ്വം കരുത്തോടു കൂടി. അതുപോലെ തന്നെ അന്നത്തെ ദിവസം വെജിറ്റേറിയൻ ആയിരിക്കണം. ഒരു കാരണവശാലും മാംസാഹാരം കഴിക്കില്ല. എങ്കിൽ മാത്രമേ ഉള്ളിലെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടിക്കാനുള്ള 50% സാധ്യതയായി കഴിയും. അതിനുശേഷം വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞ ശേഷം തീർച്ചയായും ക്ഷേത്രങ്ങളിൽ പോയി ഒരു കോവളത്തുമാല, ശിവക്ഷേത്രമാണെങ്കിൽ കോവളത്തുമാല, ദേവീക്ഷേത്രമാണെങ്കിൽ ഒരു കുങ്കുമം, അല്ലെങ്കിൽ ഏത് ക്ഷേത്രമാണെങ്കിലും അവിടെ പ്രധാനപ്പെട്ട മൂർത്തിക്ക് എന്താണ് പ്രധാനം അത് ചെയ്യണം. പ്രധാനമായും കുങ്കുമം, നാരങ്ങ വിളക്ക്, ഇത്രയും കാര്യങ്ങൾ ചെയ്യും. കോവളത്തുമാല, നെയ് വിളക്ക്, അങ്ങനെ ഏത് ക്ഷേത്രമാണ് തൊട്ടടുത്തുള്ളത് ആ ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. അല്ല ദൂരെയുള്ള ക്ഷേത്രത്തിലല്ല പോകേണ്ടത്. ആ കുടുംബക്ഷേത്രത്തിൽ പോവുക, അതല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക. പോയി കഴിഞ്ഞ് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ലോട്ടറി അവിടെ നിങ്ങൾ നോട്ട് എടുക്കുക. ശേഷം പൂർവ്വാധികം പറയുന്ന നമ്പറുകൾ അടിക്കുക. ആദ്യമായി നിങ്ങളുടെ
നാളെ ഒരു പ്രധാന ഘടകമാണ്. നാളെന്ന് പറയുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ജനിച്ചത് ജൂൺ മാസമാണെങ്കിൽ ജൂൺ ആകുമ്പോൾ 5-ാം മാസം 5 എടുക്കുക. ജൂലൈ ആണെങ്കിൽ 6 എടുക്കുക. ഡിസംബർ ആണെങ്കിൽ 12. ഇങ്ങനെ 5, 6, 12 എന്ന് പറയുമ്പോൾ 1, 2, 3 കൂട്ടുമ്പോൾ 3. ഈ ഒരു ട്രിക്കിൽ നിങ്ങൾ എടുത്തു നോക്കൂ, നിങ്ങൾ ജനിച്ച മാസത്തെ ഡിപ്പെൻഡ് ചെയ്ത്. അതാണ് ലോട്ടറി അടിക്കാനുള്ള ഒന്നാമത്തെ ട്രിക്ക്. ഇങ്ങനെ 9 ട്രിക്കുകളുണ്ട്. അത് നമ്മൾ ഓരോ ഭാഗങ്ങൾ പിന്നീട് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ട്രിക്ക് നോക്കുക. ജനിച്ച മാസമായ ജൂൺ മാസം സെലക്ട് ചെയ്ത് ആണെങ്കിൽ 5 എടുക്കുക. ഡിസംബർ ആണെങ്കിൽ 12-ാം മാസം 12 എടുക്കുമ്പോൾ 12 എടുക്കാം, അല്ലെങ്കിൽ 1, 2 കൂട്ടി 3 എടുക്കാം. ഈ നമ്പർ ബേസ് ചെയ്ത് നിങ്ങളൊന്നാണ് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മടിക്കും. ഓം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ സെപ്റ്റംബർ 5 നറുക്കെടുപ്പിൽ എല്ലാവരും ചേരണം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ചേർക്കണം. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ലക്ഷ്മി ദേവി തരട്ടെ. ഓം ലക്ഷ്മി നാരായണ.